സോഷ്യൽ മീഡിയ തുറന്നാൽ ഇയാളെ കാണാതെ നമുക്ക് ആ ഫോൺ നിലത്ത് വെക്കാൻ പറ്റില്ല. സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ എങ്ങനെയെങ്കിലും നമ്മുടെ മുമ്പിൽ അയാൾ പ്രത്യക്ഷപ്പെട്ടിരിക്കും. അലിൻ ജോസ് പെരേരയാണ്. ചേട്ടാ, നമ്മുടെ മോൻ എന്താ പറ്റിയത്? എടീ, എനിക്കൊന്നും അറിയില്ലടി. ചേട്ടാ, ഒന്നും അവനെ കാണണ്ടേ? അവൻ ചെയ്യില്ലല്ലേ? വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് വന്നോളാം. ഒരൊറ്റ അടി തന്നാണ്ടല്ലോ. അടിക്കല്ലേ. നിങ്ങളെ അടിക്കാൻ തോന്നുന്നില്ല മനുഷ്യ. സത്യത്തിൽ നിങ്ങളുടെ തൊലി എന്ത് വെച്ചാൽ ഉണ്ടാക്കിയിരിക്കുന്നത്? എല്ലാവർക്കും ഉള്ള പോലെ തന്നെ. എല്ലാവർക്കും ഉള്ള പോലെ അല്ലല്ലോ ഇത്. ഹോട്ടായിട്ടൊരു ഷോർട്ട് ഫിലിം ഇറങ്ങുന്നുണ്ട്, AJP അതിരാത്രി. അപ്പം അതിനകത്ത് ഒരു അതിരാത്രി നടക്കുന്ന ചെറിയ ചെറിയ LJP അല്ലാണോ AJP? ആരിട്ടെന്ന പേര് ഇത്? എൻ്റെ ഷോർട്ട് ഫോം ആണ്. ചൈന ഭാഷ പറയുന്നോടാ. ഒരു സ്കൂൾ ചേട്ടൻ ആ ഒരു പ്രായത്തിലാണെന്ന് ഓർക്കും, ഒരു 10 വയസ്സുള്ള കുട്ടിയാണെന്ന് ഓർക്കും, സങ്കല്പിക്കും. അപ്പം എന്നിട്ട് ഒരു ചേട്ടൻ ഒരു പെണ്ണിനെ വെറുതെ പോയി കിസ് ചെയ്ത് കഴിഞ്ഞാൽ അതാ പെട്ടെന്ന് ഒരു അബ്യൂസായി പെടില്ലേ? എങ്ങനെ മനസ്സിലായില്ല? ഏതൊരു മലയാളിയും നിങ്ങളെ നേരിട്ട് കണ്ടാൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ: നിർത്തിക്കോ, ഈ പരിപാടി നിർത്തിക്കോ. ഇത്തരത്തിലുള്ള ഈ കോപ്രായങ്ങളും കോലം കെട്ടുകളും നിർത്തി കുറച്ചും കൂടിയൊക്കെ സീരിയസ് ആയിട്ട് ആക്റ്റീവായിട്ട് ജനങ്ങളിലേക്ക് നല്ല കണ്ടന്റുകൾ കൊടുക്കുക. നിങ്ങൾക്ക് പറ്റിയല്ലേ നല്ല കണ്ടന്റ് കൊടുക്കാൻ? അങ്ങനെ പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ഈ കോപ്രായം കാണിച്ചാൽ മാത്രമേ ജനങ്ങൾ നിങ്ങളെ കാണുള്ളൂ? നിങ്ങളൊരു പാവം മനുഷ്യനാണ്. പക്ഷെ നിങ്ങളെ ഒരുപാട് പേർ ദുരുപയോഗം ചെയ്തുകൊണ്ട് യൂസ് ചെയ്ത് നിങ്ങളൊരു കോമാളിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അത് ഏകദേശമൊക്കെ എനിക്ക് പിടി കിട്ടുന്നുണ്ട്. ഇപ്പൊ പിടി കിട്ടാൻ തുടങ്ങി. കരയൊന്നും വേണ്ട. നിങ്ങൾ കരയുന്നത് കണ്ടിട്ട്, കാരണം നിങ്ങൾ ഒരിക്കലും കരഞ്ഞ് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. വിഷമം വരുന്നുണ്ട്, നിങ്ങളുടെ കണ്ണിങ്ങനെ നിറയുന്നു, ഇതെല്ലാം കാണുമ്പോൾ നമുക്ക്. കാരണം നിങ്ങളുടെ നല്ലതിന് വേണ്ടി കേട്ടോ നമ്മൾ പറയുന്നത്. ഒരിക്കലും നിങ്ങൾ ഇനിയും ഇങ്ങനെ ഒരു കോമഡി കഥാപാത്രമായിട്ട് ഇനിയും മുന്നോട്ട് പോകാതെ നിങ്ങൾ ജീവിതത്തിൽ ഉയർന്ന വിജയം നേടണം എന്ന് ആഗ്രഹിക്കുന്നുകൊണ്ടാണ് പറയുന്നത്. ഹലോ, ഹായ്, നമസ്കാരം. ഇറ്റ്സ് മീ ഷിബിൻ കാൻസൻ ബറുവ. വെൽക്കം ബാക്ക് ടു അവർ അനദർ എപ്പിസോഡ് ഓഫ് മൈൻഡ്സ്കേപ്പ്. സോഷ്യൽ മീഡിയ തുറന്നാൽ ഇയാളെ കാണാതെ നമുക്ക് ആ ഫോൺ നിലത്ത് വെക്കാൻ പറ്റില്ല. സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ എങ്ങനെയെങ്കിലും നമ്മുടെ മുമ്പിൽ അയാൾ പ്രത്യക്ഷപ്പെട്ടിരിക്കും. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അലിൻ ജോസ് പെരേരയാണ് നമ്മളോടൊപ്പം ഇന്ന് എത്തിയിരിക്കുന്നത്. മൈൻഡ്സ്കേപ്പിലേക്ക് സ്വാഗതം. അപ്പം എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ കുറച്ചുകൂടിയൊക്കെ സീരിയസ് ആയിട്ട് പോകുന്നു. ഇപ്പം പഴയ പോലെ കുട്ടികളെയൊക്കെ നിർത്തിയോ? നിർത്തേണ്ട ഒരു സമയം അത് ക്രമിച്ചല്ലോ. അങ്ങനെയൊക്കെ ഒരു സ്വബോധം ഉണ്ടായി തുടങ്ങി. ആരാ ഉപദേശി? ഇത്ര നല്ല ഉപദേശം നൽകിയതാരാ? ബ്രൈറ്റ്, വിഷ്ണു, അങ്ങനെ ഒരുപാട് ഉപദേശിക്കുന്നുണ്ട്. എല്ലാവരും ഉപദേശിക്കുന്നുണ്ട്. എന്ത് പറ്റി അങ്ങനെ ഒരു പെട്ടെന്ന്? അപ്പോൾ ഇത്ര നാൾ കാണിച്ചുകൊണ്ടിരുന്നതൊക്കെ മണ്ടത്തരങ്ങളും കുട്ടിക്കളിയും ആയിരുന്നെന്ന് സ്വയം ഒരു ബോധം ഉണ്ടായി തുടങ്ങിയോ? നമ്മൾ പണ്ട് ഇപ്പോൾ തിയേറ്ററിൽ റിവ്യൂ സമയത്ത് ഡാൻസ് കളിച്ചപ്പോൾ തുടങ്ങി ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ തിയേറ്ററിൽ നിന്നുള്ളൊരു വിലക്കുണ്ടായിരുന്നു, പോലീസ് കംപ്ലൈൻ്റ് കൊടുത്തിരുന്നു ഓണർ ജിൻഡു. അപ്പം അതിന് വന്നപ്പോൾ ഒരുപാട് വിഷമമുണ്ടായി. പിന്നെ ഒരുപാട് കല്യാണങ്ങളിൽ ഗസ്റ്റാകൾ വിളിച്ച് കോമിക് കളിപ്പിക്കുമ്പോഴും ഒരു ഉള്ളിലൊരു വിഷമമുണ്ട്. നമ്മൾ സ്റ്റേജിൽ ഡാൻസ് കളിക്കുമെങ്കിലും ഉള്ളിൽ സങ്കടമുണ്ട്. അതൊന്നും പുറത്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇപ്പോഴും നമുക്ക് കരഞ്ഞ് വെള്ളം വെച്ച് നടക്കാൻ പറ്റും. ഒരു സമയത്ത് പണ്ട് 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ പറ്റാത്തതുകൊണ്ട് വിഷമമുണ്ടായി. പിന്നീട് പ്രൈവറ്റ് പഠിച്ചിട്ടാണ്. എത്ര വരെ പഠിച്ചിട്ടുണ്ട് അലിൻ ജോസ് പെരേര? BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. നമുക്കൊരു കാര്യം ചെയ്യാം. അലിൻ ജോസിൻ്റെ ചെറുപ്പത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതായത് ഇതുവരെ അലിൻ ജോസ് വെളിപ്പെടുത്താത്ത സത്യങ്ങളും, അതായത് അലിൻ ജോസിനെ കുറിച്ച് ജനങ്ങൾക്ക് അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിക്കുന്ന കോപ്രായങ്ങളും ഈ കോമാളിത്തരങ്ങളും മാത്രമല്ല അലിൻ ജോസ് പെരേര. അലിൻ ജോസ് പെരേരയുടെ ഉള്ളിലൊരു മനുഷ്യനുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു എപ്പിസോഡായിരിക്കണം നമ്മുടെ. ഈ ഇൻ്റർവ്യൂവിന് ശേഷം അലിൻ ജോസ് പെരേര ആരാണെന്ന് ജനങ്ങൾ തിരിച്ചറിയണം. അതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ. അലിൻ ജോസ് പെരേര എവിടെയാണ്? എങ്ങനെയാണ് ജനനം? എവിടെയാണ് ജനനം? എവിടെയാണ് വീട്? എവിടെയാണ്? ചേർത്തല EVM ജനിച്ച ആശുപത്രിയിൽ. ആശുപത്രിയിലാണല്ലോ എല്ലാവരും. ഈ ഒരു കുട്ടിത്തമാണ് അലിൻ ജോസ് പെരേരയുടെ ഏറ്റവും ഹൈലൈറ്റ്. അതായത് ഞാൻ ചോദിക്കുന്നത്, അച്ഛൻ്റെ പേര് പെരേര എന്നാണ് അല്ലേ? ലോറൻസ് ജസിൽ പെരേര. ലോറൻസ് ജസിൽ പെരേര. പെരേര സർനെയിമാണ്. ഈ അപ്പം നിങ്ങളുടെ ജനനം മുതൽ തന്നെ പെരേര എന്ന് പറഞ്ഞൊരു പേര് നിങ്ങളുടെ ഒരു വാലായിട്ടുണ്ട്. അത് ആംഗ്ലോ ഇന്ത്യൻ ആയതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ ആംഗ്ലോ ഇന്ത്യൻസ് ആണ് അല്ലേ? ഉണ്ടായി. പിന്നെ അമ്മക്ക് ലാറ്റിൻ ആണ്. പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷമാണ്. അമ്മയുടെ പേരെന്തായിരുന്നു? ആനി പെരേര. ആനി പെരേര. ഓക്കെ. അങ്ങനെ പൂജാതനായി ജനിച്ചു. അതിനുശേഷം
എങ്ങനെയുണ്ടായിരുന്നു ചെറുപ്പകാലത്തെയൊക്കെ എങ്ങനെ ഓർക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഓർമ്മകൾ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചെറുപ്പകാലത്തിൽ മുങ്ങിപ്പോകേണ്ട ഒരു സംഭവം വന്നായിരുന്നു. സൂസൈഡ് അറ്റംപ്റ്റ് അല്ല, നമ്മൾ മറ്റേ ഈ മറ്റേ സ്വിമ്മിംഗ് പൂളിൽ പണ്ട് ടൂർ പോയപ്പോഴേ സ്വിമ്മിംഗ് പൂളിൽ വീണിട്ട് അമ്മ പൊക്കിയെടുത്തൊരു ഓർമ്മയുണ്ട്. സ്വിമ്മിംഗ് പൂളിൽ പോയി അമ്മ വീക്കലാൻഡിൽ അന്നെങ്ങാനും പോയി പറ്റിയിരുന്നെങ്കിൽ ഇതുപോലൊരു മുതലിനെ ഞങ്ങൾക്ക് കിട്ടാതെ വന്നേനെ അല്ലേ, വലിയൊരു നഷ്ടമായി പോയേനെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുശേഷം പഠിച്ചത് LKG UKG ഒക്കെ ഞെട്ടൂർ ഹോൾ ഏഞ്ചേഴ്സ്. LKG UKG എന്നായിരിക്കുമല്ലോ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചത്. ഇംഗ്ലീഷ് ഒക്കെ പഠിച്ച എവിടെ നിന്നാണോ? ഇപ്പം കാണുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ ഇംഗ്ലീഷുകൾ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ആട്ടുന്ന ഒരു കൂടുതലും മറ്റേ പെമ്പിളാരുടെ കൂടെ ഒക്കെ നടത്തുമൊക്കെ. പണ്ട് തൊട്ടേ പെമ്പിള്ളേർ ഒരു വീക്ക്നെസ്സാ അലിൻ ജോസിന്റെ. വീക്ക്നെസ് അല്ല, നമ്മുടെ കൂടെ ഒരു കൂട്ടായിട്ട് വരുന്നു. പിന്നെ അത് ആ സമയത്തൊന്നും ഈ ഒരു ലവ് ഒന്നൊരു ഇതില്ലല്ലോ. ലവ് ഇല്ലേ ആ സമയത്ത്? അതല്ല, ലവ് മരിച്ചു പോയോ? അല്ല, നമ്മളോട് പ്രേമത്തിന് ലൈനൊന്നും ആ സമയത്ത് എനിക്കും വരില്ലല്ലോ, പെട്ടെന്ന് അവർക്കൊന്നുമില്ല. പക്ഷെ ഒരു കൂട്ടായിട്ടൊരു കൂട്ടുകാരനെ പോലെയൊക്കെ കാണുന്ന ഒരുപാട് പേരുണ്ടാവും. പിന്നെ എനിക്ക് കൂടുതലും മറ്റേ ബോയ്സ് ആയിട്ട് ഞാൻ അങ്ങനെ മെന്റൽ ചെയ്യാറില്ല. കൂടുതലും ഞാൻ എനിക്ക് ഓർമ്മ പണ്ട് തൊട്ടേ സ്ത്രീകളോടാ താല്പര്യം. ഒരു 6ാം ക്ലാസ് വരെയൊക്കെ കംപ്ലീറ്റ് ലേഡീസ് മാത്രമായിട്ട്. ലേഡീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പെൺകുട്ടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഓർക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഓർമ്മകളൊക്കെ ഉണ്ടോ? അലിൻ ജോസിന് വേണ്ടി കാത്തിരുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടി? നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമ്മൾ കൂടെ പഠിച്ച പെൺകുട്ടികളോട് നമ്മൾ മറ്റേ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സൗഹൃദം ഉണ്ടാവും. പിന്നെ തുടർന്ന് അവരോട് ഒരു ഇഷ്ടം എന്ന രീതിയിലേക്ക് വരൂലേ, അപ്പൊ നോ പറയും. ആദ്യമായിട്ട് അലിൻ ജോസ് ഒരു ഐ ലവ് യു എന്ന് പറഞ്ഞ ഒരു ഇൻസിഡന്റ് ഓർക്കുന്നത് ആരോടാണ്, എങ്ങനെയാണ്, എപ്പോഴാണ്, എവിടെ വെച്ചാണ്? മേഘയോട്. ആരെ? മേഘ. അപ്പോൾ നമ്മുടെ അലിൻ ജോസിന്റെ ലൈഫിലേക്ക് കടന്നു വന്ന മേഘ ഇതുവരെ ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് വൈറലായിട്ടില്ല, പറഞ്ഞിട്ടുണ്ട്. എവിടെയാ പറഞ്ഞിട്ടുള്ള മേഘ? ഞാൻ കേട്ടിട്ടില്ല. ഇല്ല. എന്നാ മേഘയുടെ കഥയൊന്ന് പറ കേക്കട്ടെ. മേഘയല്ല, മേഘ എന്ന് പറഞ്ഞ മേഘ. ഓക്കെ പറ. മേഘ എസ് നായർ എന്നാണ് ഫുൾ നെയിം. മേഘ എസ് നായർ. അപ്പൊ ഇന്റർകാസ്റ്റ് ആയിരുന്നു അന്ന്. കല്യാണത്തിന് ലൈനല്ലല്ലോ. ഏത് സമയം? ഒരു 6 വയസ്സ് മുതൽ ഒരു 10-11 വയസ്സ്. 6 വയസ്സിലേ തുടങ്ങി അല്ലേ? ഇഷ്ടം ഉണ്ടായിരുന്നു. വേറെ ഫിസിക്കൽ റിലേഷനൊന്നും അല്ലല്ലോ, നമുക്കൊരു മനസ്സുകൊണ്ടുള്ള ഇഷ്ടം ഉണ്ടായിരുന്നു. പിന്നെ അത് സക്സസ് ആയില്ല. അവരെ പുറകെ ഒരുപാട് പേര് നടന്നിരുന്നു. പിന്നീട് ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടുള്ള എന്റെ ഒരു അറിവ്. അലിൻ ജോസിന് വേണ്ടി കാത്തിരിക്കണോ ഇനി? കാത്തിരിക്കണോ അലിൻ ജോസിന് വേണ്ടി? കാത്തിരിക്കുമെന്നായിരിക്കുമല്ലേ. കോണ്ടാക്ട് ഉണ്ടോ ഇപ്പം? കോണ്ടാക്ട് ഇല്ല. വല്ലപ്പോഴും മറ്റേ അവരുടെ ഫാമിലി ഫോട്ടോസിലൊക്കെ ചിലപ്പോൾ തിരികുമ്പോൾ ചിലപ്പോൾ സമയത്ത് കാണാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനുശേഷം ഈ സ്കൂൾ കാലഘട്ടത്തിലേക്ക് ചെറുപ്പത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ മോശം അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസിന് ശ്രമിക്കുകയോ ആരെങ്കിലും മർദ്ദിക്കുകയോ? അതുണ്ടായിട്ടുണ്ട്. മറ്റേ നമ്മൾ ചെറുപ്പത്തിൽ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ട്. കസിൻ സിസ്റ്ററോ? എന്താ സംഭവം? എങ്ങനെയാ അത് ഒന്ന് വിശദീകരിക്കാവോ? അത് പല ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ ഒന്നുകൂടി പറയാം. മറ്റേ 5ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് സ്കൂൾ ബസ്സിൽ വെച്ച് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുക, എന്നിട്ട് ഇടിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യം ഓർത്തോ നമ്മളോട് സ്നേഹം ഉണ്ടായെന്നു ഓർത്തോ. കെട്ടിപ്പിടിച്ച് നോക്കുക എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരോട് ഒരു സ്നേഹം എന്ന രീതിയിലല്ലേ തോന്നുള്ളൂ ആദ്യം. പക്ഷെ അത് മർദ്ദനത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലായത്. മനസ്സിലായില്ല. അതായത് നിങ്ങൾ പറയുന്ന 2 കാര്യങ്ങളും കോൺട്രഡിക്ഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഒന്ന് കെട്ടിപ്പിടിക്കുക, 2 ഇടിക്കുക. കെട്ടിപ്പിടിച്ചുകൊണ്ട് എങ്ങനെയാ കെട്ടിപ്പിടിക്കുന്ന ഒരാൾ സ്നേഹം പങ്കുവെക്കുക എന്നാണ് നമ്മുടെ. അല്ല, മുറുക്കി കെട്ടിപ്പിടിക്കുക. എന്നിട്ട് എവിടെ ഇടിക്കുന്നത്? മുതുകത്തിട്ടപ്പെട്ടാന്ന് പറഞ്ഞു. അതെന്തിനാ? ആ സമയത്ത് ചോദിച്ചില്ല അലിൻ ജോസ് പെരേര എന്തിനാണ് എന്നെ ഇങ്ങനെ ഇടിക്കുന്നതെന്ന് ചോദിച്ചില്ലേ? സമയത്തും മറ്റേ ഒരു നമ്മള് ഇപ്പൊ സ്ത്രീകളോട് എത്ര വയസ്സുള്ള സമയമാണ്? മൈനറായിരിക്കാം. നിലവിൽ അലിൻ ജോസിന് സത്യത്തിൽ എത്ര വയസ്സായി? 24. ആധാർ കാർഡ് ഒന്ന് കാണിക്കാൻ പറ്റുമോ? കൊണ്ടുവന്നിട്ടില്ല. ആധാർ കാർഡിന്റെ ഫോട്ടോ ഒന്നും ഇല്ലേ? ലൈസൻസിന്റെ ഫോട്ടോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ 2001 അലിൻ ജോസ് പെരേരയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 6/3/2001. 2001 അല്ലേ? ഓക്കെ. അപ്പോൾ ബാക്കി പറഞ്ഞോളൂ. ബാക്കി 2019 ലൈസൻസ് എടുത്തത്. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് അലിൻ ജോസ് പെരേരയെ എടുത്തിട്ട് ഇടിച്ചു, കെട്ടിപ്പിടിച്ചു എന്ന് പറയുന്ന അല്ല, അതിൻ്റെ അകത്ത് എവിടെയാണ് അല്ല ഇതിൽ എവിടെയാണ് സെക്ഷൽ അബ്യൂസ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സെക്ഷൽ അബ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? അല്ല, നമുക്ക് മാനസികമായിട്ട് ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആള് തന്നെ അലിൻ ജോസ്.
അറിയാം. ഞാൻ പറഞ്ഞത് മറ്റേ ഇപ്പോൾ ഡ്രസ്സ് ഊരിയിട്ട് നമ്മളെ പീഡിപ്പിക്കുന്നതും ഡ്രസ്സ് ഫുൾ ഡ്രസ്സിലും നമ്മളെ മോശമാക്കി ഇതാക്കാമല്ലോ. പിച്ചിക മാന്തി പറിക്കാന്നൊക്കെ പറയണത് തന്നെ പണ്ട് ഏതോ വലിയൊരു മന്ത്രി അനാവശ്യ സ്ഥലങ്ങളിലൊക്കെ സ്പർശിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തോ? അല്ല, മോന്തൊക്കെ പിടിക്കുക, ഒരു ശരീരത്തിൽ ഒരു പെൺകുട്ടിയെ പിടിക്കുക. ലൈംഗിക അതിക്രമത്തിന് വിധേയനായിട്ടുണ്ടോ അലിൻ ജോസ് പെരേര? അങ്ങനെയായിട്ടുണ്ടായിട്ടില്ല. ഇല്ല. അപ്പൊ ഇതിലെവിടെയാ സെക്ഷൽ അബ്യൂസ് ഉള്ളത്? അല്ല, നമ്മളെ മോശമായിട്ട് മുഖത്തൊക്കെ പിടിക്കുക മോക്കൊക്കെ പറയുമ്പോൾ തന്നെ അറിയാലോ. ഒരു ആ പ്രായത്തിൽ ഒരു പെൺകുട്ടി അങ്ങനെ ചെയ്യില്ലല്ലോ. അതാണ് പറഞ്ഞത്. മനസ്സിലായി. നമ്മളൊരു ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മളൊരു സ്കൂൾ ചേട്ടൻ ആ ഒരു പ്രായത്തിലാണെന്ന് ഓർക്കും, ഒരു 10 വയസ്സുള്ള കുട്ടിയാണെന്ന് ഓർക്കും, സങ്കല്പിക്കും. അപ്പൊ എന്നിട്ട് ഒരു ചേട്ടൻ ഒരു പെണ്ണിനെ വെറുതെ പോയി കിസ് ചെയ്ത് കഴിഞ്ഞാൽ അതാ പെട്ടെന്ന് ഒരു അബ്യൂസ് ആയി പെടില്ലേ? എങ്ങനെ മനസ്സിലായില്ല? നമ്മളൊരു നമുക്ക് പരിചയമില്ലാത്തൊരു വ്യക്തിയെ നമ്മള് ഒന്ന് തൊടുകയോ അല്ലെങ്കിൽ കിസ് ചെയ്യുകയോ കെട്ടിപ്പിടിക്കുകയോ ചെയ്യുമ്പോൾ അത് അബ്യൂസ് ആയിട്ട് പെടില്ലേ? അത് അബ്യൂസ് ആയിട്ട് പെടും. അപ്പൊ നമ്മളെയും ചെയ്യുമ്പോൾ അത് ഇതായി പെടില്ലേ? മനസ്സിലായോ? അല്ല, ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ സ്വാഭാവികമായിട്ടും അലിൻ ജോസ് പെരേരയുടെ കസിൻ സിസ്റ്റർ ആണെന്നല്ലേ പറഞ്ഞത്? കസിൻ എന്ന് പറഞ്ഞാൽ ഒരു അകന്ന ബന്ധപ്പെട്ടതാണ്. ആ കസിൻ സിസ്റ്റർ എന്ന് പറയുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും അലിൻ ജോസ് പെരേരയുടെ ഒരു സ്വാതന്ത്ര്യം ആ കസിൻ സിസ്റ്ററിന് ഉണ്ടായിരിക്കും. സ്വാതന്ത്ര്യമല്ല, നമ്മൾ മറ്റേ പണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഉള്ള പോലെ തന്നെ പണ്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്നവരുടെയായിരുന്നു. സ്റ്റേജിൽ യൂത്ത് ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ പാട്ട് പാടുക, മോണോ ആക്ട്, മിമിക്രി, പ്രച്ഛന്ന വേഷം, പിന്നെ പ്രസംഗ മത്സരങ്ങളൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട്. ഫസ്റ്റും സെക്കൻഡും തേർഡൊക്കെ നേടാറുണ്ട്. അപ്പൊ അതിന്റെ ചിലപ്പോ ഒരു പ്രസംഗ മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, മോണോ ആക്ടിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഇപ്പൊ എന്തെങ്കിലും കാണിക്കാൻ ഓർക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു മോണോ ആക്ടിന്റെ എന്തെങ്കിലും പണ്ടത്തെ ഓർമ്മകൾ ചെറുതായിട്ട് അത് കാണിക്കേ നോക്കാം. ചേട്ടാ, നമ്മുടെ മോൻ എന്താ പറ്റിയത്? എടീ, എനിക്കൊന്നും അറിയില്ലടി ചേട്ടാ, ഒന്നും ഇവനെ കാണണ്ടേ, അവൻ ജയിലിലല്ലേ? വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് വേണോളാം. അച്ഛാ, ഞാൻ തെറ്റ് ചെയ്യല്ല അച്ഛാ, രക്ഷിക്കണമേ. മോനെ, നിന്നെ രക്ഷിക്കാൻ എന്നെ കൊണ്ടാവില്ല, എല്ലാം ദൈവത്തിൻ്റെ. അല്ല, അതെന്താ ഇത് സന്ദർഭം? എന്താ ഇതൊരു ജയിലിൽ പോകുന്ന ഒരു മയക്കുമരുന്ന് അച്ഛനും മോനും എന്നുള്ളൊരു ബോണ്ടിങ്. അതാണ് പെട്ടെന്ന് എനിക്ക് ഇമോഷണൽ വരുന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ. വേറെ എന്താ, അതായത് കാലഘട്ടത്തിൽ ഇത് ഏതെങ്കിലും കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? കലോത്സവം അല്ല, കലോത്സവം നമ്മൾ കൊണ്ടുപോകില്ലല്ലോ. എന്താ കൊണ്ടുപോകാത്ത? അതെ, നമ്മൾ പ്രൈവറ്റിൽ പഠിച്ചുകൊണ്ട് അങ്ങനെയുള്ളൊരു വേദികളും സഹോദയ കലോത്സവം അങ്ങനെയല്ലേ? സഹോദയ കലോത്സവങ്ങൾ ഉണ്ടല്ലോ, ആ സമയത്ത് നമ്മളൊന്നും അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടില്ല. ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളെ കൈ പിടിച്ചു കൊണ്ടുവരാൻ ആരും ഇല്ലായിരുന്നു സ്കൂളിൽ, അങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നു. അത് അച്ഛനും അമ്മയും കൃത്യമായിട്ടൊരു എന്താ പറയുക, ചെറുപ്പത്തിൽ നിങ്ങൾക്ക് നൽകേണ്ട ഒരു വാത്സല്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകേണ്ട ഒരു സ്നേഹം, കരുതൽ നൽകിയിട്ടില്ല എന്നാണോ? സ്നേഹം കരുതലല്ല, നമ്മളെ ഡാൻസും. അച്ഛനും അമ്മയും എങ്ങനെയായിരുന്നു സമീപനം, അലിൻ ജോസിനുള്ള സമീപനം ചെറുപ്പത്തിലെ? സത്യസന്ധമായിട്ട് പറയണം, മനസ്സിലുള്ള സങ്കടങ്ങൾ, മനുഷ്യനാണ്, എല്ലാവർക്കും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം ഉണ്ടാവും. എന്താണ് അലിൻ ജോസിന് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്നുള്ളതാണ് എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ, പഠിച്ചൊരു ഡോക്ടറോ എഞ്ചിനീയറോ പോലീസൊക്കെ ആകാനാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു സംഭവം പോയിട്ടൊരു പിയൂൺ പോലും ആകാനും പറ്റിയില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ 18 വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരുപാട് ജോലികൾക്ക് ട്രൈ ചെയ്തതാണ്. അപ്പോൾ നമ്മളെ ഒരുപാട് പേര് ചില ജോലികളിലൊക്കെ പോയിട്ട് ചില രീതിയിലുള്ളൊരു പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ട് ആ ജോലികൾക്കൊന്നും പോയില്ല. കാരണം പെട്രോൾ പമ്പിൽ പോയിരുന്നു. അപ്പോൾ ഡ്യൂട്ടിയൊക്കെ എടുത്തപ്പോൾ അത് നമുക്ക് പറ്റിയതല്ലെന്ന് മനസ്സിലായി. കയ്യിൽ നിന്നൊക്കെ പൈസ പോകാൻ തുടങ്ങി. പിന്നെ ചെരിപ്പടയിൽ പോയിരുന്നു. അവിടെ നമ്മളെ മോശമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, എന്നാലും ഫോഴ്സ് ചെയ്തിട്ട് ഇന്നെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതാവില്ല. നമ്മൾ നമുക്കെന്ന് പറഞ്ഞാൽ വെയിറ്റുള്ള സാധനങ്ങളൊന്നും നമുക്ക് പൊക്കാനുള്ള ഇതില്ല. എപ്പോഴും പെട്ടെന്ന് ഇവിടെ വന്ന് ചെയ്യുമ്പോഴേ നമുക്ക് നമുക്ക് ഈ പെട്ടെന്ന് ബാത്റൂമിലൊക്കെ പോകുന്ന ഒരു ഇതുണ്ട്. പരിപാടിയെ എന്താ മനസ്സിലായി, വയറിനൊരു സുഖമില്ലായ്മ വരും ചിലപ്പോൾ. മറ്റേ ഒരുപാട് നേരം ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യുമ്പോൾ. വയറൊരു പ്രശ്നമാണോ? വലിയ വയറില്ല, എന്നാലും ചെറിയൊരു വലിയ വയറ് തന്നെയാണല്ലോ, ശരീരത്തിന് ചേരാത്തൊരു വയറായിട്ട്. അത് കുറയ്ക്കാനുള്ള ശ്രമമൊന്നും നടത്തിയില്ലേ ഇതുവരെ? ബേസിക്കലി നമ്മള് ഇങ്ങനെ തന്നെ പോട്ടെ എന്നാ പ്ലാനിങ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. കാരണം നമ്മള് പണ്ട് ഞാൻ നോക്കിയതാ, 2015 ഞാൻ നോക്കിയതാ. അപ്പൊ അന്നൊന്നും സാധിക്കാൻ പറ്റില്ല. എക്സസൈസ് ഒക്കെ ചെയ്യാൻ നോക്കിയിട്ടൊന്നും നടന്നിട്ടില്ല. ഇനിയിപ്പോ നോക്കണം, ആലോചിക്കണം. അതൊക്കെ നല്ലൊരു ഉപദേശകർ അലിൻ ജോസിന് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല സുഹൃത്തുക്കളില്ലേ അലിൻ ജോസിന്?
സുഹൃത്തുക്കള് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശിഷ് ആദർശ് എന്നൊക്കെ പറഞ്ഞാണ്ട് മീഡിയ സുഹൃത്തുക്കൾ മാത്രം ഉണ്ട് അന്നും ഇന്നും. അപ്പം കാരണം അവരുടെ പേര് പറയാൻ കാര്യം ആശിഷും ആദർശവും ഒക്കെ നമ്മളോടെ ഒരുപാട് റിവ്യൂസിലൊക്കെ വന്ന് പങ്കെടുത്ത് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വൈറലാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു ആപത്ത് ഘട്ടം വന്നപ്പോൾ അവർ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നാള് അഭിലാഷ് ആട്ടയം ഒരു ഫൈറ്റ് വന്നപ്പോൾ ഓടിക്കളഞ്ഞു. കൊച്ചി മച്ചാൻ എന്ന് പറഞ്ഞ പുള്ളി. കൊച്ചി മച്ചാൻ തെറി വിളിച്ച് ഓടിക്കുന്ന കണ്ടിട്ട് അടി തന്നേനെയോ? അടി തരാൻ വേണ്ടിയാണല്ലോ നിന്നത്. പിന്നെ ക്യാമറ ഉള്ളതുകൊണ്ടാണ് നമ്മള് പേടിയാണോ? അടീനെ പേടിയാണോ? അടീനെ പേടിയല്ല, ക്യാമറയാണ് നമുക്ക് പേടി. നമുക്കിപ്പോ ക്യാമറ വെച്ച് ഇപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോ ഇന്റർവ്യൂല് നമുക്ക് പേടിക്കാണ്ട് നമുക്ക് വർത്തമാനമോ പറയാം. പക്ഷെ നമുക്കൊരു ഫൈറ്റ് വരുമ്പോ നേരിടാനൊക്കെ പറ്റും. ഇപ്പൊ ഒന്നോ രണ്ടോ നമുക്കൊരു അന്ന് കണ്ടിട്ട് പേടിച്ചോടുന്നവരാണല്ലോ തോന്നിയത് കണ്ടിട്ട്. അന്ന് പേടിയല്ല. അലിൻ ജോസ് ഒരു പാവമാണ്. അതായത് പക്ക ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിങ്ങളൊരു പാവം മനുഷ്യനാണ്. നിങ്ങളൊരു പാവം മനുഷ്യനാണ്. പക്ഷെ നിങ്ങളെ ഒരുപാട് പേർ ദുരുപയോഗം ചെയ്തുകൊണ്ട് യൂസ് ചെയ്ത് നിങ്ങളൊരു കോമാളിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അതെ, ഏകദേശമൊക്കെ എനിക്ക് പിടികിട്ടുന്നുണ്ട്. ഇപ്പൊ പിടികിട്ടാൻ തുടങ്ങി. മൊത്തത്തില്. എന്നിട്ടും മാറ്റമൊന്നും കാണുന്നില്ലല്ലോ. കൊല്ലം സുധിയുടെ വീട്ടിൽ പോയി നിങ്ങൾ എന്താ കാണിച്ചത്? അവിടെ എന്താ പരിപാടി നടന്നതെന്ന് നിങ്ങൾക്ക് ബോധമുണ്ടോ? അത് അവിടെ എന്തിനാണ് നിങ്ങൾ അങ്ങോട്ട് പോയത്? അത് ബേസിക്കലി മറ്റേ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളെ ആരും നിയന്ത്രിക്കാനുണ്ട്. ഒന്ന് സ്റ്റോപ്പ് എന്ന് ഒരു സ്റ്റെപ്പ് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ സ്റ്റോപ്പ് പറഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്താന് ആരും നിയന്ത്രിക്കുക. അവരൊക്കെ ചിരിച്ച് പ്രോത്സാഹിപ്പിച്ചു. അലിൻ ജോസിന് എത്ര വയസ്സുണ്ടെന്നാ പറഞ്ഞത്? 24. ഒരു 24 വയസ്സുള്ള ഒരു യുവാവിനെ ഒരാൾ നിയന്ത്രിക്കാൻ എപ്പോഴും വേണോ? അങ്ങനെയല്ല. പിന്നെ വേറൊരു കാര്യം, നിങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയാണോ പണ്ട് അഭിലാഷ് ആട്ടയത്തെയും ഇപ്പോൾ വിഷ്ണു കൊച്ചിക്കാരനെയൊക്കെ കൊണ്ടു നടക്കുന്നത്? അഭിലാഷ് ആട്ടയെ നിയന്ത്രിക്കൊന്നുമില്ല പുള്ളി. വിഷ്ണു കൊച്ചിക്കാരൻ നിയന്ത്രിക്കാറൊക്കെ ഉണ്ട് അത്യാവശ്യം. നമ്മൾ ചോദിച്ചു വന്നത് അതാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ബ്രോ, അപ്പോൾ അവിടെ കിടന്ന് ഈ കാണിക്കുന്നതൊക്കെ ആ ഒരു കോപ്രായമാണ്, അല്ലെങ്കിൽ ഞാൻ കാണിക്കുന്നതൊക്കെ എന്നെ ജനങ്ങളുടെ മുമ്പിൽ വെറും മോശക്കാരനാക്കി മാറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ബോധം അലിൻ ജോസിനുണ്ടോ ഇപ്പോൾ? അതോ ഇപ്പോഴും ബോധമുണ്ട്? അലിൻ ജോസ് ഒരു പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ? ഞാൻ പൊട്ടനല്ലേ, നമുക്ക് അഭിനയിക്കുക എന്ന് തന്നെ പറയാം. പിന്നെ മറ്റേ ഡാൻസ് ചെയ്തത് നമുക്ക് പൊട്ടനായിട്ടൊന്നുമല്ല. നമുക്ക് ക്യാമറ നിന്നപ്പോൾ നമ്മൾ ലാലേട്ടൻ്റെ പടം നാളെ റിലീസാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ ഒരു സകലകാല ബോധം ഇല്ലെന്നല്ല, നമ്മൾ ഒരു മരണം വീട്ടിലാണെന്ന് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. പുള്ളിയുടെ ഫോട്ടോക്കോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല നമ്മൾ വീഡിയോ. ആ ഒരു സംഭവം വന്നത് എന്ന് പറഞ്ഞാൽ ബേസിക്കലി പുള്ളിയുടെ വീട്ടിൽ ഒരുപാട് സെലിബ്രിറ്റീസ് വരേണ്ട ദിവസമാണ്. നമ്മളെ വിളിച്ചുകൊണ്ടാണോ ബേസിക്കലി വരാത്തതെന്ന് എനിക്കറിയില്ല. നമ്മൾ പങ്കെടുക്കുന്ന പല വേദികളിലും ചില സമയത്ത് സെലിബ്രിറ്റീസ് വരാൻ മടിക്കുന്നുണ്ട്. ചില സമയത്ത് അത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാന്ന് അവരുടെ സെലിബ്രിറ്റീസ് എന്നല്ല, ഈ അതായത് കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 70-80% പേരും നിങ്ങളെ ഇകഴ്ത്തി പരിഹസിച്ചാണ്. ഒരു പരിഹാസ കഥാപാത്രം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കോമഡി പീസായിട്ടാണ് ജോക്കർ ടൈപ്പിലൊക്കെ ജോക്കർ ടൈപ്പിലാണ് കാണുന്നത്. അങ്ങനെ ജോക്കർ ടൈപ്പായിട്ട് ആയുഷ്കാലം ജീവിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അല്ലല്ല, ജോക്കറായിട്ട് നമ്മൾ നിൽക്കാൻ നോക്കൂലല്ലോ. ജോക്കറായിട്ട് നമ്മൾ നിലകൊള്ളാൻ നിൽക്കും. പിന്നെ നിങ്ങൾ എന്തായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ വിഷമിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടം വരാനോ വേണ്ടിയല്ല പറയുന്നത്. നിങ്ങൾ സ്വയം ചിന്തിക്കണം. ഒന്ന്, നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു കൂട്ടം ഉണ്ടല്ലോ, ആ കൂട്ടം നിങ്ങളെ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ചിലപ്പോൾ പണത്തിന് വേണ്ടിയാവാം, അല്ലെങ്കിൽ നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് റീച്ചാകാൻ വേണ്ടിയാവും. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് പല ഇൻ്റർവ്യൂകളിലും അഭിലാഷ് ആട്ടെ നിങ്ങളെ വെറും മികത്തിക്കൊണ്ട് അവിടെ നിന്നൂടെ എന്നിട്ട് നിങ്ങൾ അടി കൊടുക്കുന്നോ ഓടിക്കുന്നോ ചാടിക്കുന്നോ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാടടുത്ത് കണ്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ഈ സുഹൃത്തുക്കൾ തന്നെ നിങ്ങളെ ഒരു എന്താ പറയുക, ഒരു കോമാളി പരിവേഷത്തിലേക്ക് എത്തിക്കുകയാണ്. അപ്പം നിങ്ങളത് മനസ്സിലാക്കുക. ഞാനൊരു പൊട്ടനല്ല, എനിക്ക് 24 വയസ്സായി. നിങ്ങൾക്കൊരു വിവാഹമൊക്കെ കഴിക്കണ്ടേ? വിവാഹം കഴിക്കണമെന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നടക്കുന്ന ഒരാൾക്കൊരു നല്ലൊരു കുടുംബത്തിൽ വിവാഹത്തെ പറ്റി പറയാനായിട്ട് ഒരുപാട് ഉണ്ടെങ്കിലും ചെറിയൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ എന്നെ വിളിക്കാറുണ്ട് പലപ്പോഴും ഫോൺ കോൾസ്. അപ്പോൾ അതിൽ 1-2 ഫോൺ കോള് വന്നപ്പോൾ കാണിക്കാൻ പറ്റുമോ? നിങ്ങളെ അടുത്ത് വല്ലതും വിളിച്ച ഒരാളുടെ ഒരു ഫോൺ കോള്? അല്ല, ഫോൺ കോൾ അതൊക്കെ പ്രൈവസി കാണിക്കാൻ പറ്റത്തില്ലത്. വിളിക്കാറുണ്ടെന്ന് ബേസിക്കലി ഇവർക്കൊക്കെ അറിയാം അല്ലേ, അത്യാവശ്യം ആൾക്കാർ വിളിക്കാറുണ്ട്. പക്ഷെ അതിൽ മനസ്സിലാക്കിയ ഒരു പോയിന്റ് ഞാൻ പറയാം. കാരണം ഇപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചുകൊണ്ട് മാത്രമല്ലോ, കാരണം ഈ സർക്കിളിൽ നിന്നൊക്കെ മാറി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ താങ്കൾക്ക് ഒരു പെണ്ണ് സെറ്റാവും എന്നൊക്കെ പറയണം. കാരണം അഭിലാഷ് ആട്ടയം, മായിൻ മൂവാറ്റുപുഴ, ബ്രൈറ്റ്, വിഷ്ണു കൊച്ചിക്കാരൻ എല്ലാവരുടെയും പേരെടുത്ത് തന്നെ പറയുന്നുണ്ട് ആൾക്കാർ. എല്ലാവരെയും മാറ്റി ഒഴിവാക്കി ഒറ്റയ്ക്ക് എന്തെങ്കിലും ബിസിനസ്സോ എന്തെങ്കിലും ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക്
ഒരു പെണ്ണ് സെറ്റാവും എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾക്ക് പെട്ടെന്ന് അതിലേക്ക് ഒരു മാറാനായിട്ട് പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇന്റർവ്യൂകളിൽ ഞാൻ ഇന്ന് കെട്ടും നാളെ കെട്ടും നാളത്തേഞ്ഞ് കെട്ടും എന്ന് പറഞ്ഞോണ്ടിരുന്നത് അത് നമുക്ക് എന്താ പറയാ നമ്മുടെ സങ്കടങ്ങളെ മറക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. ഒരിക്കലും പെട്ടെന്ന് നടക്കുന്നൊരു പ്രോസസ് അല്ല, എനിക്ക് മാത്രമല്ല. എന്തിനാണ് നിങ്ങളുടെ സങ്കടങ്ങളെ ജനങ്ങൾക്ക്, നിങ്ങളുടെ സങ്കടങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെയോ എന്നും കണ്ടുകൊണ്ടിരിക്കാനൊന്നും ഈ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും താല്പര്യമൊന്നുമില്ല, ആർക്കും താല്പര്യമില്ല. നമുക്ക് നമ്മുടെ ജീവിതമാണ് അത്. നിങ്ങൾക്ക് പ്രൈവസി ആയിട്ട് ജീവിക്കാൻ ആഗ്രഹമില്ല, എന്നെ എപ്പോഴും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കണം, ഞാൻ എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ എൻ്റെ ഒരു സംസാര വിഷയമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം നിങ്ങൾ ഈ കോമാളിത്തരം കാണിക്കുന്നത്. നമ്മള് എപ്പോഴും നിങ്ങൾ കാണിക്കുന്നത് കോമാളിത്തരമാണെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടോ? കാണിക്കുന്നത് കോമഡിക്കാണെന്ന് തോന്നുന്നുണ്ട്, കോമാളിത്തരമാണെന്നൊക്കെ തോന്നുന്നുണ്ട്. നിങ്ങളെ ആൾക്കാര് ചോദിക്കട്ടെ, ഞാൻ കുറച്ച് ചോദിക്കാം. അതായത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ കാണിക്കുന്നത് കോമാളിത്തരമാണെന്ന് തോന്നുന്നുണ്ട്, വരുമ്പോ നമ്മള് തോന്നുന്നുണ്ട്. ആ കോമാളിത്തരം ഇനിയും തുടരണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതോ എനിക്ക് ഈ കോമാളിത്തരം ഒക്കെ മാറ്റി എനിക്ക് ഇച്ചിരി കൂടി സമൂഹത്തിൽ റെപ്യൂട്ടഡായിട്ട് ജീവിക്കാം, എന്നെ ഇപ്പൊ കുറച്ചുപേരൊക്കെ അറിഞ്ഞു കഴിഞ്ഞു, മതി, എൻ്റെ ഇനിയുള്ള കോമാളിത്തരമൊക്കെ മതി, നിർത്താം, നല്ല രീതിയിൽ മുന്നോട്ട് പോകാം എന്നൊരു ചിന്താഗതിയിലോട്ടാണോ നിങ്ങൾ ഇനി മുന്നോട്ട് പോകുന്നത്? അതോ ഇനിയും എനിക്കിപ്പോൾ കാണിച്ച പോലെ തന്നെ മരണ വീടെന്നില്ല, കല്യാണ വീടെന്നില്ല, ഏത് വീട്ടിൽ പോയി ഡാൻസ് കളിക്കുന്നു, കോലം കെട്ടുന്നു, കൈ കൊടുക്കാൻ പോകുന്നു, കൈ തരുന്നില്ല, തട്ടിമാറ്റുന്നു, അപമാനിക്കപ്പെടുന്നു, പിന്നെയും പരിഹസിക്കപ്പെടുന്നു, കരഞ്ഞുകൊണ്ടിറങ്ങുന്നു, തല്ല് കിട്ടുന്നു, അടിമേടിക്കുന്നു, അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണോ ആഗ്രഹിക്കുന്നത്? നിങ്ങളൊരു മനുഷ്യനാണ്, ആദ്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളൊരു മനുഷ്യനാണ്, നമ്മളെല്ലാം മനുഷ്യരാണ്. നിങ്ങൾക്കെല്ലാം നമുക്കറിയാം, നിങ്ങൾക്ക് ഒരുപാട് വികാരങ്ങൾ കാണും, സങ്കടങ്ങൾ കാണും, സന്തോഷങ്ങൾ കാണും. എല്ലാവരും നിങ്ങൾ സങ്കടപ്പെടുകയൊന്നും വേണ്ട, അല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇപ്പം തോന്നുന്നുണ്ടോ, ഒരു കോമൺ ആയിട്ടൊരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്, ഈ പരിഹാസങ്ങളും ഇതെല്ലാം നിർത്തി എനിക്കൊരു ഇച്ചിരി കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ പുറം രാജ്യത്ത് പോയി എന്തെങ്കിലും ജോലി ചെയ്തൊക്കെ ജീവിക്കണമെന്നൊക്കെ ഉണ്ട്. അല്ലാണ്ട് ഇപ്പം എന്ത് പറയാനാ? അപമാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അപമാനമായിട്ട് തോന്നിയിട്ടുള്ളത്, അതായത് എല്ലാവർക്കും നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന ഈ സംസാരിക്കുന്ന എനിക്കാണെങ്കിലും ഈ ലോകത്തുള്ള എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ് ഈ അപമാനവും പരിഹാസവും ഒക്കെ എല്ലാവർക്കും ഉണ്ട്, പല രീതികളിലായിരിക്കും പലർക്കും. മനസ്സിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അങ്ങനെ എന്തെങ്കിലും അപമാനകരമായിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡന്റ്? അപമാനം എന്ന് പറഞ്ഞാൽ, വിഷമം എന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മൾ ഇത്രയും നാളത്തെ പരിശ്രമത്തിന് ഒടുവിൽ ഒരു പടത്തില് അത്യാവശ്യം ഒരു ചെറിയ കണ്ണ് നിറയുന്നുണ്ടല്ലോ. അലിൻ അങ്ങനെ കരയുന്ന ഒരാളാണോ? കരയുന്ന ആളല്ല, കാരണം ഇത്രയും പറഞ്ഞത് കൊണ്ട് ഇപ്പോൾ വിഷമം വന്നത്. പക്ഷെ ബാഡ് ബോയ്സ് എന്ന പടത്തില് ഒരു ചെറിയ ഡയലോഗ് കിട്ടി, പക്ഷെ അതിനുശേഷം അത് ഹൈപ്പും വന്നായിരുന്നു. പക്ഷെ അതിനുശേഷം വലിയ വലിയ പടങ്ങളിലേക്ക് നമ്മളെ ആഡ് ചെയ്യാത്തപ്പോൾ ഒരുപാട് ഫ്രണ്ട് സർക്കിളിലായിട്ട് നിന്നുകൊണ്ടാണെന്ന് പലരും പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അത് കണക്ട് ചെയ്യുമ്പോൾ ഈ പെൺകുട്ടികൾ പറയുന്ന ആ പോയിന്റും കൂടി മാച്ച് ചെയ്ത് നോക്കുമ്പോൾ അത് മനസ്സിലാക്കും. കരയൊന്നും വേണ്ട, നിങ്ങൾ കരയുന്നത് കണ്ടിട്ട്, കാരണം നിങ്ങൾ ഒരിക്കലും കരഞ്ഞ് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. വിഷമം വരുന്നുണ്ട്, നിങ്ങളുടെ കണ്ണിങ്ങനെ നിറയുന്നതും ഇതെല്ലാം കാണുമ്പോൾ നമുക്ക്, കാരണം നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാട്ടോ നമ്മൾ പറയുന്നത്. ഒരിക്കലും നിങ്ങൾ ഇനിയും ഇങ്ങനെ ഒരു കോമഡി കഥാപാത്രമായിട്ട് ഇനിയും മുന്നോട്ട് പോകാതെ നിങ്ങൾ ജീവിതത്തിൽ ഉയർന്ന വിജയം നേടണം എന്ന് ആഗ്രഹിക്കുന്നുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് നിങ്ങളോട് ഈ ഇന്റർവ്യൂവിന് മുമ്പ് നിങ്ങളോട് ഒരു 10-15 മിനിറ്റ് ഞാൻ സംസാരിച്ചുള്ളൂ. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങളൊരു പാവമാണ്, കോമൺലി നിങ്ങളൊരു പാവം ഒരു മനുഷ്യനാണ്. പക്ഷെ നിങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ ഉപയോഗിച്ച് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളെ യൂസ് ചെയ്യാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ യൂസ് ചെയ്യാണ് മനുഷ്യന്മാർ. അതിപ്പം യൂട്യൂബ് ചാനലുകളാണെങ്കിലും അവർക്ക് നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുകൾ ഇങ്ങനെ വീഡിയോ എടുത്തിരുന്ന നിങ്ങൾക്ക് ഒരു 10 രൂപയെങ്കിലും ആരെങ്കിലും തരുന്നുണ്ടോ? പേയ്മെന്റ് വലുതായിട്ടൊന്നും അല്ലെങ്കിലും തരുന്നുണ്ട്, 2000-5000 പേയ്മെന്റ് കിട്ടുന്നുണ്ട്. പക്ഷെ അതൊന്നും വലിയൊരു കാലത്തേക്ക് ഇല്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ സ്വന്തമായിട്ട് പുറം രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കച്ചവടം ചെയ്യണം എന്നൊക്കെ ഞാൻ പലപ്പോഴും ഞാൻ പറയാറുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് മാസങ്ങളിലേക്ക് ഇത് വിട്ട് മാറാൻ പറ്റില്ല. ഒരു 3-4 മാസം കഴിയുമ്പോൾ എനിക്കെല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് എന്താ പറയുക കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് ഈ ഫീൽഡിൽ. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ ചോദിച്ചില്ലായിരുന്നു നേരത്തെ, ഒരുപാട് പരിഹാസങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിച്ചു. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അലിൻ ജോസ് ഇതുവരെ ഇങ്ങനെ കണ്ണ് നിറഞ്ഞൊരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടില്ല. കണ്ണ് നിറഞ്ഞ ഇന്റർവ്യൂ കണ്ടിട്ടില്ല. ആകെ അലിൻ ജോസ് കരഞ്ഞ് കണ്ടിട്ടുള്ളത് ആ റിയാഡ് ഇൻസിഡന്റ് വന്നപ്പോൾ കരയുന്ന കണ്ടിട്ടുണ്ട്. ശരിക്കും ഇത് ഉള്ളിൽ തട്ടി കരയുന്നതാണോ അഭിനയിക്കുകയാണോ? അഭിനയിക്കാൻ അങ്ങനെ നമുക്ക് ചിന്തിക്കാവുന്നുള്ളൂ. അലിൻ ജോസ് പെരേര അങ്ങനെ അഭിനയിച്ച് കരയുന്ന ഒരാളാണെന്ന്, അങ്ങനെ അഭിനയിക്കാനോ അങ്ങനെ നല്ലൊരു ആക്ടർ ആണെങ്കിൽ ബാഡ് ബോയ്സ് കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് മലയാള സിനിമയിൽ യൂസ് ചെയ്തില്ല? മനസ്സിലായ ആക്ടിങ് അല്ല, ആൾക്കാർ നമ്മുടെ റീച്ച് ഉപയോഗിച്ച് എന്നാലും മുഹമ്മദ് ലുലു സാറ് ആ ഒരു ചാൻസ് തന്നു. അതിന് പുള്ളിക്ക്
ഒരു നല്ലൊരു മനസ്സുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു പടത്തിൽ നമ്മളെ മെയിനായിട്ട് കാസ്റ്റ് ചെയ്തില്ല, അത് ക്യാരക്ടറൈസ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ സങ്കടമുണ്ട്. കാരണം ഈ അടുത്ത് റീൽസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളും റീൽസ് ചെയ്യുന്ന വ്യക്തികളാണ്. ഇപ്പോൾ ഒരുപാട് വ്യക്തികളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹാഷിർ റീൽസ് അറിയാമല്ലോ, അത്യാവശ്യം കോമഡി രീതിയിലൊക്കെയാണ് ആൾക്കാർ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ആദ്യം ഉണ്ടാകും. സിനിമ വായ എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോഴാണ് പുള്ളിക്ക് ആ ഒരു മാറ്റം വന്നത്. പക്ഷേ ആൾക്കാരുടെ ഒരു നമ്മളോടൊരു കമ്മിറ്റ്മെന്റ്സ് ആണ് ഓർക്കണത്. മറ്റേ റീൽസ് ചെയ്യുന്ന ആൾക്കാർ സ്റ്റാർ ആകുന്നു, പുള്ളിയെ നായകനാക്കുന്നു, നമ്മളെ കോമാളിയാക്കുന്നു എന്നൊരു വിഷമമുണ്ട്. പറയാം സൂപ്പർ സ്റ്റാർ എന്നൊക്കെ ആൾക്കാർക്ക് ഇത് വെക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ശരിക്കും സൂപ്പർ സ്റ്റാർ അല്ല, വെറും കോമിക്കാണ് ചില ആൾക്കാർ പറയുമ്പോൾ ഒരു വിഷമമുണ്ട്. നമ്മൾ സത്യസന്ധമായിട്ടൊരു മനുഷ്യനാണ് സാധാരണക്കാർ. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഈ കോമാളി കഥാപാത്രങ്ങളിലേക്ക് മാറാതെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് റെപ്യൂട്ടറായിട്ടൊക്കെ ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റും. നോക്കിയാൽ നിങ്ങൾക്ക് നടക്കാത്ത കാര്യങ്ങളൊന്നുമല്ല. എന്നോട് ഈ ഇൻ്റർവ്യൂ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ഇന്ന പോലെ അലിൻ ജോസ് പെരേര ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി, അവനോടൊക്കെ എന്ത് ചോദിക്കാൻ എന്നാണ് ചോദിക്കുന്നത്. അതായത് നിങ്ങളെ ഞാൻ ഇകഴ്ത്തിക്കൊണ്ട് പറയുന്നതല്ല, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരികയാണ്. അതായത് ഒരു ജനങ്ങൾ, അതായത് നമ്മുടെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഏറ്റവും സാധാരണക്കാരായ മനുഷ്യൻ തൊട്ട് ഏറ്റവും റെപ്യൂട്ടായിട്ടിരിക്കുന്ന ആൾക്കാർ എല്ലാവരും, എല്ലാ മനുഷ്യർ ഒന്നടങ്കം നിങ്ങളൊരു കോമഡി കഥാപാത്രമായിട്ടാണ് കാണുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. കോമഡി കഥാപാത്രമായിട്ടൊന്നും മാത്രമല്ല, എന്താ പറയുക, ഒരു പരിഹാസ കഥാപാത്രം, എല്ലാവർക്കും ചിരിക്കാനും പന്ത് ബോൾ തട്ടുന്ന പോലെ തട്ടാനും. ചേട്ടൻ പറഞ്ഞ പോലെ 80% ആൾക്കാർ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ തന്നെയാണ് കാണുന്നത്. 20% ആൾക്കാർ നല്ലവരുണ്ട്, കുറച്ചുപേരെ. 20% നല്ലത് പറഞ്ഞാൽ പോലും ആ 80% പറയുന്നത് ഒരു യാഥാർത്ഥ്യമല്ലേ എന്ന്. കാരണം കൂടുതൽ ആൾക്കാർ എന്താ പറയുന്നത്, കൂടുതൽ ആൾക്കാർ പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടാത്തവരാണ്. അതാണ് നമ്മൾ കോമൺലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഫിലിം ഫീൽഡിലെ ആ പാട് നമ്മളോട് വലിയൊരു ഇഷ്ടമില്ലെങ്കിലും ഒരു ചെറിയൊരു അംശമെങ്കിലും ഇഷ്ടമുള്ളത് ഇപ്പം ടിനി ടോമിന്, പിന്നെ ബിബിൻ ജോർജിന്, 2 പേര് നമ്മളെ എപ്പോഴും ഞാൻ വിളിക്കുമ്പോൾ ഫോൺ ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. അവർക്ക് നിങ്ങൾ വേറെ കാര്യമുണ്ട്, നിങ്ങളെ അടുത്ത് മനസ്സിലാക്കിയ ഒരാൾക്കറിയാം നിങ്ങളൊരു പഞ്ചപാവ മനുഷ്യനാണെന്നും, നിങ്ങൾ എന്താ പറയുക, ഒന്ന് തട്ടിയാൽ പോലും തിരിച്ചടിക്കാൻ ഒരു ആംബിയർ ഇല്ലാത്തൊരു പാവ മനുഷ്യനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളൊരു പാവമാണ്. ആ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ഇന്നസെൻസിനെ നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. അല്ലാതെ ഇങ്ങനെ കോമാളിയായിട്ട് തന്നെ ഇങ്ങനെ. മറ്റേ അറസ്റ്റ് വന്നതാണല്ലോ സന്തോഷ് വർക്കിയുടെ. അപ്പോൾ ഒരുപാട് പേര് ആ സമയത്ത് നിങ്ങൾ എന്താ പോയി കാണിച്ചു എന്താ ജയിലിന്റെ ശരിക്കും വിഷമം വന്നു തന്നെ. ഇപ്പൊ ഞാൻ കരഞ്ഞ പോലെ തന്നെ കരഞ്ഞതാ. പക്ഷെ ആൾക്കാരത് കോമഡി ആയിട്ട് എടുത്ത മീഡിയയിൽ വന്നുകൊണ്ട്. ഇത് നിങ്ങളിപ്പോൾ കരഞ്ഞത് നിങ്ങളുടെ ജെന്യുവിൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വന്ന കരച്ചിലാന്ന് ഞങ്ങൾക്കറിയാം ഇപ്പൊ കരഞ്ഞത്. പക്ഷേ നിങ്ങൾ അന്ന് കരഞ്ഞത് ആക്ടിങ് ആണെന്നുള്ളത് സ്വാഭാവികമായിട്ടും ആ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും. നിങ്ങളത് കളിയാക്കി ആറാട്ടനോട് നിങ്ങൾക്കൊരു എന്തെങ്കിലും വെഞ്ചൻസ് ഉണ്ടോ? വെഞ്ചൻസ് മീൻസ് എന്തെങ്കിലും ദേഷ്യമോ ഒന്നുമില്ല. നമ്മള് പേഴ്സണലി കൂട്ടുകാരായിട്ട് നിന്നൊരു വ്യക്തി എപ്പോഴും കാണുന്നില്ലെങ്കിൽ പോലും പുള്ളി അറസ്റ്റ് ചെയ്തപ്പോൾ ഒരു വിഷമം തോന്നിയിരുന്നു. അല്ലാണ്ട് അത് ജെനുവിറ്റി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇല്ല, നിങ്ങൾ അത് 100% ഞങ്ങൾ നമ്മൾ വെച്ചിട്ടില്ല. അതാണ് അലിൻ ജോസ് പെരേര നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ കാണിക്കുന്ന എല്ലാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടാണ് നിങ്ങളുടെ വിശ്വാസം. നിങ്ങളെന്ന് അവിടെ കാണിച്ച് നിങ്ങളുടെ കോപ്രായവും കോലം കെട്ടും തമാശകളിയും ആയിരുന്നെന്ന് അത് കാണുന്ന ഏതൊരു പൊട്ടന് പോലും മനസ്സിലാവും. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് കാണിക്കുന്നത് എന്ന് ഏകദേശം ക്ലിയർ ആൻഡ് കട്ടായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പം എന്നിട്ട് അതുകൊണ്ടാണ് നിങ്ങളൊരു എന്താ പറയുക അങ്ങനത്തെ ഒരു കഥാപാത്രമായിട്ട് നിങ്ങൾ മാറുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അല്ല, നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഒരു ഹോട്ട് സീറ്റ് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂയുടെ കൊണ്ടുപോയി ഇരുത്തി കഴിഞ്ഞ് നിങ്ങളെ ചുമ്മാ ഇകഴ്ത്താൻ വേണ്ടിയല്ല ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു ഇൻ്റർവ്യൂ കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണം എന്നാഗ്രഹിച്ചിട്ടാണ്. കാരണം നിങ്ങൾക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ ഇപ്പോൾ പബ്ലിസിറ്റി ഉണ്ട്. നിങ്ങളെ അറിയത്തില്ലാത്തവരൊന്നുമില്ല. അലിൻ ജോസ് പെരേര എന്ന് പറയുന്ന പേര് ഏകദേശം എനിക്കൊരു തോന്നുന്ന ഒരു 90% ജനങ്ങൾക്കും അറിയാം. കാരണം സോഷ്യൽ മീഡിയ തുറക്കുമ്പോഴേ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മുഖമാണ് വരുന്നത്. അത് എങ്ങനെ വരുന്നെന്നുള്ളത് നമുക്കറിയില്ല. കാണാൻ ആഗ്രഹമുള്ളവരുടെയും കാണാൻ ആഗ്രഹിക്കുന്നവരുടെ എല്ലാവരുടെയും സ്ക്രോൾ ചെയ്യുമ്പോൾ ആദ്യം വന്ന് ഫ്രണ്ടിൽ നിന്ന് വീഴുന്ന മുഖം അലിൻ ജോസ് പെരേരയാണ്. അതിപ്പോൾ കോമാളിത്തരങ്ങളായതുകൊണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയതുകൊണ്ടാവാം. അപ്പോൾ എല്ലാവർക്കും അറിയാം. ഇനി നിങ്ങൾക്ക് പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് പബ്ലിസിറ്റിയുടെ ആവശ്യം നിങ്ങൾക്കിനി ഇല്ല. നിങ്ങൾ ഇനി നിങ്ങൾക്ക് ഇനിയും പബ്ലിസിറ്റി ഉണ്ടാക്കി നിങ്ങൾ ഇതിൻ്റെ നിന്ന് കോടിക്കണക്കിന് രൂപ നിങ്ങൾ എന്തെങ്കിലും സമ്പാദിച്ചോ? ഇതിനകത്തുനിന്ന് സമ്പാദിച്ചാന്ന് വെച്ചാൽ നമുക്ക് കുറെ പരിഹാസം സമ്പാദിച്ചു കാണും.
പണമായിട്ട് എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടോ? വലിയൊരു ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ലെങ്കിലും അപ്പൊ ഈ അത്യാവശ്യം 10,000 രൂപ എനിക്ക് ഒരു ദിവസം ശമ്പളം ഉണ്ടെന്ന് അത് പറഞ്ഞു. കറക്റ്റ്, അത് ഇടക്കിടക്ക് കിട്ടുന്നുണ്ട്. ഇല്ലെന്താ നമുക്ക് അപ്പൊ 3 ലക്ഷം രൂപ വരുമാനം ഉണ്ടോ? ഞാൻ ഈയിടെ ഒരു ആഡ് കണ്ടു, 10,000 രൂപ അലിൻ ജോസ് പെരേര എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയണോ എന്ന് ചോദിച്ചൊരു ആഡ്. സീരിയസ്ലി ഞാനൊരു ആഡ് കണ്ടു. അത് ആദ്യം ആഡ് ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞപ്പം നിങ്ങൾക്ക് 10,000 രൂപ ഉണ്ടാകുന്നുണ്ട് എന്ന രീതിയിലാണ് ജനങ്ങളിലേക്ക് ആ സാധനം എത്തിച്ചിരിക്കുന്നത്. സത്യത്തിൽ അങ്ങനെ ഒരു പൈസ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ? 10,000 രൂപ ഡെയിലി ഇങ്ങനെ 10,000 രൂപ കിട്ടുന്നില്ല. പക്ഷേ പലപ്പോഴും നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഒന്ന് ഇപ്പോൾ കാണിക്കാൻ പറ്റുമോ? അത് മാത്രം ഒന്ന് കാണിക്കുക, വേറെ ഒന്നും കാണിക്കണ്ട. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഒന്ന് കാണിക്കുക. എത്ര രൂപ ഉണ്ട്, എത്ര അക്കൗണ്ട് ഉണ്ട്? ഒരു അക്കൗണ്ട് ഉള്ളു. ഒരു അക്കൗണ്ട് അല്ലായിരിക്കും അല്ലേ? അതിലുള്ളതിൽ ഏറ്റവും കൂടുതലുള്ള അക്കൗണ്ട് ആണോ? ഒറ്റ അക്കൗണ്ട് യൂണിയൻ ബാങ്കിന്റെ ഒരു അക്കൗണ്ട്. പാവം. അതാണ് അദ്ദേഹത്തിൻ്റെ 1,195 രൂപ ഉണ്ട്. അത് ഒരുപാട് പൈസകൾ ചിലവായി പോകുന്ന പിടിച്ച്. അലിൻ ജോസ് മദ്യപിക്കാറുണ്ടോ? മദ്യപിക്കാറില്ല. ഇല്ല. ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. അത് 20 രൂപയുടെ സിഗരറ്റ് വല്ലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. യൂസ് ചെയ്യും, അതേ ഉള്ളൂ. അല്ലാതെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആൾക്കാരെ കളിയാക്കണ പോലെ ആയി പോകും. സിഗരറ്റ് ഞാൻ ഷൂട്ടിംഗ് സ്ഥലങ്ങളിലൊക്കെ സിഗരറ്റ് വലിക്കാറുണ്ട്. ഉണ്ട്. അല്ലാതെ വേറെ അത് ഒരു സിഗരറ്റൊക്കെ വലിക്കുള്ളൂ, അല്ലാണ്ട് വലിയ വലിയ ഒരു പാക്കറ്റ്. എന്താ ഈ ചെലവ് ഒത്തിരിയാന്ന് പറയാൻ കാരണം? ചെലവ് ഒത്തിരിയാന്ന് പറയാൻ കാര്യം നമ്മള് കൂട്ടുകാരെയൊക്കെ കൊണ്ട് നടക്കണം. കൂട്ടുകാരെ കൊണ്ട് നടക്കണം. പിന്നെ വിഷ്ണു കൊച്ചിക്കാരനെ അങ്ങനെ കൊണ്ട് നടക്കുവാണോ? വിഷ്ണു കൊച്ചിക്കാരൻ നിങ്ങളുടെ കയ്യിൽ നിന്നും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പണം മേടിക്കുകയോ അല്ലെങ്കിൽ കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ? പുള്ളിക്ക് ഓട്ടോയിൽ ഗ്യാസ് അടിക്കാൻ വേണ്ടി 500 കൊടുക്കാറുണ്ട്. അപ്പൊ വിഷ്ണു കൊച്ചിക്കാരനെ നിങ്ങൾ ഉപയോഗിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ? പുള്ളിയും മറ്റേ ഫെയിം നിൽക്കാൻ വേണ്ടി തന്നെ യൂസ് ചെയ്ത് ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അഭിലാഷ് ആട്ടയത്തെ ഇപ്പൊ അഭിലാഷ് ആട്ടയുമായിട്ട് അങ്ങനെ കാണുന്നില്ലല്ലോ, എന്ത് പറ്റി? അടിച്ചു പിരിഞ്ഞോ നിങ്ങള്? അടിച്ചു പിരിഞ്ഞാൽ എപ്പോഴും ഈ മുഖങ്ങൾ കണ്ടിരുന്ന ആൾക്കാർക്ക് മടിക്കൂല, അതുകൊണ്ട് ഞാൻ മാറ്റി പിടിച്ചതാ, ഗ്യാപ്പ് ഇടുന്നത്. പക്ഷെ അഭിലാഷ് ആട്ടയെ മൊത്തത്തിൽ മാറ്റിയിട്ടില്ല, എന്നാലും വർക്കുകളിൽ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പൊ ലോട്ടറി ടിക്കറ്റ് എന്ന് പറഞ്ഞ വർക്ക് ഷോർട്ട് ഫിലിം ഇറങ്ങിയിരുന്നു. അതിലൊരു ലോട്ടറി എടുത്തിട്ട് അടിക്കുന്നില്ല, അവസാനം ലോട്ടറി അടിച്ച് കാശുകാരനാകുന്ന ഒരു ചെയ്തായിരുന്നു. പിന്നെ ഇത് യുദ്ധം എന്ന് പറഞ്ഞ വർക്ക് എല്ലാവരും പറയുന്നത് നിങ്ങളെ അടിച്ചു പിരിഞ്ഞെന്നാണല്ലോ. അല്ല, നമ്മൾ എപ്പോഴും പറഞ്ഞു നിന്റെ കൂടെ നടക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഞാൻ ഒരു ദിവസം ദേഷ്യപ്പെട്ട് സംസാരിച്ചിരുന്നു. കാരണം എനിക്ക് ഈ പൈസയൊന്നും തരാൻ പറ്റില്ല എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു. കാരണം പുള്ളി ഡെയിലി 1000 2000 ഒക്കെ മെഡിസിൻ്റെ പോയിട്ട് പുള്ളി നമുക്ക് ഫെസിലിറ്റീസ് ഒന്നും തരുന്നില്ല. പുള്ളി ഞാൻ പറയുന്ന ഫെസിലിറ്റീസോ? എന്താ ഫെസിലിറ്റീസ്? എന്താ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരോ മറ്റേ പ്രോഗ്രാം സെറ്റ് ചെയ്യാൻ പറയും. ആ പ്രോഗ്രാം ഒന്നും കറക്റ്റ് നടക്കുന്നില്ല. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഓരോ റീലും കാര്യങ്ങളും ഇന്റർവ്യൂസ് ഒക്കെ. എത്ര രൂപ കൊടുത്തിട്ടുണ്ടാവും അഭിലാഷ് ആട്ടയത്തിന് ഏകദേശം ഇത്ര നാളുകൊണ്ട്? ഒരു 26,000 ഉണ്ട്. കണക്ക് കൃത്യം എഴുതി വെച്ചിട്ടുണ്ട്. 26,000 രൂപ അഭിലാഷ് ആട്ടയം നമ്മുടെ അലിൻ ജോസ് പെരേരയിൽ നിന്നും പറ്റിച്ചു കൊണ്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സത്യമാ? പറ്റിച്ചല്ല, ഓരോരോ പ്രോഗ്രാം ചിലത് നമ്മള് ഒരു കണ്ടോ, നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ടാണ്. കണ്ടോ, നിങ്ങളൊരു പാവം മനുഷ്യനാണ്. നിങ്ങൾക്ക് ചിലപ്പം അയാൾ പറ്റിച്ചുകൊണ്ട് പോയത് തന്നെ ആയിരിക്കാം, പക്ഷേ 100% പറ്റിച്ചുകൊണ്ട് പോയത് തന്നെ ആയിരിക്കാം. പക്ഷെ നിങ്ങൾക്കത് പറയാൻ പോലും പറ്റും. കാരണം നിങ്ങളൊരു നിങ്ങൾ ഈസി ആയിട്ട് മനുഷ്യന് പറ്റിക്കാൻ പറ്റും. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു നിഷ്കളങ്കനായ ഒരു പാവം മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഈ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ കോലം കെട്ടാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ കാണിക്കാനും ഡാൻസ് കളിക്കാനും ജനങ്ങളുടെ മുമ്പിൽ. നിങ്ങൾ ചിലർ ചോദിക്കും നിങ്ങളുടെ തൊലി എന്തുകൊണ്ടാണ് ഉണ്ടായി? സത്യത്തിൽ നിങ്ങളുടെ തൊലി എന്ത് വെച്ചാൽ ഉണ്ടാക്കിയിരിക്കുന്നത്? എല്ലാവർക്കും ഉള്ള പോലെ തന്നെ. എല്ലാവർക്കും ഉള്ള പോലെ അല്ലല്ലോ ഇത്. ഒരു മനുഷ്യനും കാണിക്കാൻ പറ്റാത്ത എന്ത് കോപ്രായങ്ങളും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? പണ്ടുതൊട്ട് ഇങ്ങനെയാണോ അലിൻ ജോസ് പെരേര? ജനിച്ചപ്പോൾ തൊട്ട് ഇങ്ങനെയാണോ? ഇച്ചിരി ഓവർ ആക്റ്റീവും. പക്ഷേ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഇൻട്രോവേർട്ട് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അധികം അങ്ങോട്ട് കോലിട്ട് കിള്ളിയാലേ ഉള്ളൂ നിങ്ങൾ സംസാരിക്കുകയുള്ളൂ. അങ്ങനത്തെ ഒരാളാണ്. എനിക്ക് ഓർക്കുന്നുണ്ട് ആദ്യത്തെ വീഡിയോ ഒക്കെ പാട്ട് പാടുന്ന പ്രസംഗോണൻ എന്ന് പറഞ്ഞാണല്ലോ നിങ്ങൾ ആദ്യം വരുന്നത്. ഓർക്കുന്നുണ്ടോ? പ്രസംഗോണൻ എന്ന് പറഞ്ഞാണ് ആദ്യം വരുന്നത്. എനിക്ക് ഓർക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലപോലെ സംസാരിക്കാൻ പോലും ആ സമയത്ത് അറിയത്തില്ല. നിങ്ങൾ അവിടെ തട്ടി ഇവിടെ തട്ടി വിക്കി സംസാരിച്ചുകൊണ്ടിരുന്നു. ഇപ്പം നിങ്ങൾ ഫാർ മോർ ബെറ്റർ ആയിട്ടുണ്ട്, ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ട്. സംസാരിക്കാൻ ഇപ്പോൾ അറിയാം. അത്യാവശ്യം ജനങ്ങളോട് എങ്ങനെ മിങ്കിൾ ചെയ്യണമെന്നൊക്കെ അറിയാം. മാറ്റം വന്നിട്ടുണ്ട്. അതാ പറഞ്ഞ തേച്ചാൽ ഇനിയും മിനുങ്ങും, ഇനിയും മാറണം. എന്നും ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. ഇതൊരു ഉപദേശമായിട്ടൊന്നും കാണണ്ട. ഏതൊരു മലയാളിയും നിങ്ങളെ നേരിട്ട് കണ്ടാൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ: നിർത്തിക്കോ, ഈ പരിപാടി നിർത്തിക്കോ. ഇത്തരത്തിലുള്ള ഈ കോപ്രായങ്ങളും കോലം കെട്ടുകളും നിർത്തി
കുറച്ചും കൂടിയൊക്കെ സീരിയസ് ആയിട്ട് ആക്റ്റീവായിട്ട് ജനങ്ങളിലേക്ക് നല്ല കണ്ടന്റുകൾ കൊടുക്കുക. നിങ്ങൾക്ക് പറ്റിയല്ലേ നല്ല കണ്ടന്റ് കൊടുക്കാൻ? അങ്ങനെ പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ഈ കോപ്പറേം കാണിച്ചാൽ മാത്രമേ ജനങ്ങൾ നിങ്ങളെ കാണുള്ളൂ? ഇനി അല്ല, നമ്മൾ നല്ല നല്ല ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ രേണു ചേച്ചിയായിട്ടുള്ള ഷോർട്ട് ഫിലിമൊക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡാണ്, കോമളിത്തരമല്ല. അപ്പോൾ അതിപ്പോൾ മറ്റേ ഒരു ആൽബം സോങ് ഇറങ്ങിയിരുന്നു, പേര് കറക്റ്റ് ഓർക്കണില്ല. അപ്പോൾ അതിറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നെഗറ്റീവ് കമൻസ് മാറിയിട്ട് നല്ല കമൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും മറ്റേ 2-3 വർക്ക് ഇറങ്ങാൻ പോകുന്നുണ്ട്. പിന്നെ ചില വർക്കുകളിലൊക്കെ ആ സിറ്റുവേഷൻ ബേസ് ആയിരിക്കും ഒരുപാട് സീൻസ് ഒക്കെ ഉള്ളത്. ഇപ്പോൾ ഹോട്ടായിട്ടൊരു ഷോർട്ട് ഫിലിം ഇറങ്ങുന്നുണ്ട് AJP അതിരാത്രി. അപ്പം അതിനകത്ത് ഒരു ആദിരാത്രി നടക്കുന്ന ചെറിയ ചെറിയ LJP ആണോ AJP? ഇതാരിട്ടെന്ന പേര്? ഇത് എൻ്റെ ഷോർട്ട് ഫോം ആണ്. സ്വന്തമായിട്ട് ഇട്ട് അങ്ങോട്ട് സ്വന്തമായിട്ട് ഇട്ടു? അല്ല, അത് മറ്റേ LJP കണ്ട് ലിജോ ജോസ് പെല്ലിശ്ശേരി എന്നൊക്കെ പറയുന്നത് അലിൻ ജോസ് പെരേര AJP അത് ഇട്ട് തന്ന ആളെ എനിക്കൊന്ന് കാണും. ആരാ ഇട്ട് തന്നത്? മറ്റേ നമ്മുടെ ഒമ്മറിക്ക ആരാ? ഒമർലുലു ആണ് AJP ഇട്ട് തന്നത്. ഓ, ഒമർലുലു ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ബാഡ് ബോയ്സിലെ ടൈറ്റിൽ കാർഡായിട്ട് സീൻസിൽ സൂപ്പർ സ്റ്റാർ AJP. അതെങ്ങനെയാ ഒമർലുലു എങ്ങനെ ബന്ധപ്പെടുന്നത്? എങ്ങനെ വിളിക്കുന്നത്? ആ സന്ദർഭം ഒന്ന് പറഞ്ഞേ, ഒന്ന് കേൾക്കട്ടെ. പുള്ളി ആ സിനിമയിലേക്ക് ക്ഷണിച്ച ആ സാഹചര്യം ഒന്ന് എനിക്ക് കേൾക്കണമെന്ന്. അത് നമ്മുടെ ഒരു മീഡിയ വഴി നമ്മള് ബാഡ് ബോയ്സിന്റെ പൂജക്ക് പോയതാ. അപ്പൊ ഒരുപാട് പൂജകൾക്ക് ഞാൻ പോകാറുണ്ട്. പക്ഷെ ബാഡ് ബോയ്സിന്റെ പൂജക്ക് പോയപ്പോ എനിക്ക് റെസ്പെക്റ്റും കിട്ടി, വിളിക്കാന്നും പറഞ്ഞു. കയറി ഇരിക്കൂ അലിൻ ജോസെ, ഇരിക്കൂ, ഇച്ചിരി ചായ തരട്ടെ, അതാണോ? കളിയാക്കല്ലേ? അല്ല, കളിയാക്കിയല്ല, സീരിയസ് ആയിട്ട് ചോദിച്ചാ. എന്നിട്ട് അതല്ല, നമ്മള് റഹ്മാൻ സാറിന്റെ ബാക്കിലായിരുന്നു വെച്ചത്. അപ്പൊ അത്രയും വലിയൊരു പ്രഗത്ഭന്റെ ഇരിക്കാനുള്ള അവസരം നമുക്ക് കിട്ടി. ഒരു ഏതൊരു റീലങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ മറ്റേ ആ സമയത്തായിരുന്നു മറ്റേ റിയാന്റെ ഇഷ്യൂസ് ഒക്കെ നടക്കുന്ന സമയം. അപ്പൊ അതിലേക്ക് നമുക്ക് കടക്കാം. ഇത് ഒമർലുലു പറഞ്ഞത് കഴിഞ്ഞിട്ട് നമുക്ക് റിയയിലേക്കും അച്ഛൻ പെരേരയിലേക്കൊക്കെ നമുക്ക് കടക്കണം. അതിനുശേഷം നമുക്ക് ഇത് കിടക്കാം. ഇതിപ്പം എന്നിട്ട് അമറിന്റെ പടത്തില് വിളിക്കാം, നമുക്ക് സംഭവം ചെയ്യാന്നൊക്കെ പറഞ്ഞു. പുള്ളി നല്ല രീതിയിൽ എന്നെ വെൽക്കം ചെയ്തിട്ടാണ് ആ പടത്തിന്റെ ഇതില് പോയത്. പേയ്മെന്റും കിട്ടിയിരുന്നു, 5000 രൂപയോളം കിട്ടിയിരുന്നു. 5000 രൂപയോളം പേയ്മെന്റും കിട്ടി. ഏറ്റവും കൂടുതൽ പേയ്മെന്റ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് അതിനാണോ? ഇതുവരെ കിട്ടിയിരിക്കുന്നത് കല്യാണങ്ങൾക്ക് 10000 രൂപയല്ലേ ഇപ്പൊ ഇതിന് കിട്ടുന്നത്? ആ ഒരു 10000 രൂപ വെച്ച് ഇപ്പൊ തന്നെ ഞാൻ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഏകദേശം ഒരു 10ഓളം കല്യാണ വീടുകളിലെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. 2 ലക്ഷം രൂപ കഴിഞ്ഞിട്ടുണ്ട്. 2 ലക്ഷം രൂപ. എന്നിട്ട് ഇപ്പൊ അക്കൗണ്ടിലാകെ 1700 രൂപ ഉള്ളല്ലോ. ആ പൈസ ഒക്കെ ചെലവാണ്. എന്താ ചെലവ്? ഈ 2 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന വ്യക്തിക്ക് ഇപ്പൊ അക്കൗണ്ടിൽ 1100 രൂപ ഉള്ളെന്ന് പറഞ്ഞാൽ അത് എവിടെ പോയി? എന്താ ചെലവ്? വല്ല ഇല്ലീഗൽ ബിസിനസ് വല്ലതും ഉണ്ടോ? അതിനുള്ള ഉശിരൊന്നും ഇല്ല എന്നുള്ളത് നമുക്കറിയാം. പാവം. നമ്മളിപ്പോ മറ്റേ എപ്പോഴും കാറിലോ ഓട്ടോറിക്ഷയിലൊക്കെ പോണം. അപ്പൊ അതിനുള്ള ഡീസലും ഗ്യാസൊക്കെ അടിക്കുമ്പോ അങ്ങനെ പോണ. പിന്നെ ഫുഡ്, അതായത് വിഷ്ണു കൊച്ചിക്കാരന് ഡെയിലി ഒരു 500, 1000, 1500 വെച്ച് എണ്ണ അടിച്ചു കൊടുക്കണം. വളരെ മോശമാണ് കേട്ടോ വിഷ്ണു കൊച്ചിക്കാരാ. ആശിഷ് എന്ന പുള്ളിയാണ് മേടിക്കണ പൈസ. പുള്ളി മറ്റേ PR വർക്ക് ചെയ്തിട്ട് പുള്ളി എന്നെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചിട്ട് പുള്ളിയുടെ നമ്പരും ബ്രൈറ്റിന്റെ നമ്പറൊക്കെ കൊടുത്തേക്കണം. അപ്പൊ അവര് കമ്മീഷൻ എടുക്കും. അങ്ങനെയൊക്കെ പോകും പൈസകൾ. ഡയറക്റ്റ് നമ്മൾ മുട്ടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മള് അത്രയും ലോങ് പോകുമ്പോ പോകുന്ന എമൗണ്ടിനെക്കാരും കുറച്ച് തരുന്നുണ്ട്. ഇപ്പൊ യൂബർ ക്യാഷ് 9000 ആണെങ്കിൽ ആശിഷിന് 6000 കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ബാക്കി മീഡിയയിൽ കണ്ടന്റ് ഇടുന്നുണ്ട്. നാപ്സ് മീഡിയയിൽ നീലക്കുറുക്കലിലൊക്കെ കണ്ടന്റ് ഇടുന്നുണ്ട്. അപ്പൊ അതില് ആ ഒരു കണ്ടന്റിന്റെ പേയ്മെന്റ് ഒരു കട്ടാക്കും.